റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സർപ്രൈസ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. സാധാരണയായിട്ട് യുക്രൈന് ആയുധങ്ങൾ കൊടുക്കുന്നതിനെ എതിർക്കാറുള്ള ട്രംപ് ഇത്തവണ റഷ്യയെ പോലും അമ്പരപ്പിക്കുന്ന ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് പുറത്തെടുത്തിരിക്കുന്നത്. തുർക്കിയിലെ അങ്കാറയിൽ നടക്കുന്ന നേറ്റോ ഉച്ചകോടിക്കിടെയാണ് ആഗോള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയോട് ആ നിർണായക പ്രഖ്യാപനം നടത്തുന്നത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ലോകത്തിലെ ഏറ്റവും മാരകമായ എയർ ഡിഫൻസ് സംവിധാനങ്ങളിലൊന്നായ അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈലുകൾ ഇനി മുതൽ യുക്രൈന് സ്വന്തം മണ്ണിൽ നിർമ്മിക്കാനുള്ള അനുമതിയാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. തന്റെ തനതായ ശൈലിയിൽ ട്രംപ് കൂട്ടിച്ചേർത്തത് എന്താണെന്നോ? ഇനിമേൽ ഞങ്ങൾക്ക് കൂടുതൽ മിസൈലുകൾ തരുന്നില്ല എന്ന് യുക്രൈന് പരാതിപ്പെടാൻ കഴിയില്ല, നിങ്ങൾക്കത് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ട്രംപിന്റെ ഈ ഒരു കളി റഷ്യ യുക്രൈൻ യുദ്ധത്തെ എങ്ങനെ മാറ്റി എഴുതും? എന്താണ് ഈ പേട്രിയറ്റ് മിസൈലിന്റെ പ്രത്യേകത? പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് ഈ ഒരു പേട്രിയറ്റ് മിസൈൽ എന്ന് മനസ്സിലാക്കാം. ഫേസ്ഡ് അറേ ട്രാക്കിംഗ് റേഡാർ ഫോർ ഇന്റർസെപ്റ്റ് ഓൺ ടാർഗറ്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് പേട്രിയറ്റ്. ലോക്ഹീഡ് മാർട്ടിൻ, RTX കോർപ്പറേഷൻ എന്നീ അമേരിക്കൻ വമ്പൻ കമ്പനികളാണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് വെറും ഒരു മിസൈൽ അല്ല, ഇതൊരു സമ്പൂർണ്ണ എയർ ഡിഫൻസ് ഇക്കോസിസ്റ്റമാണ്. ഇതിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, അൾട്രാ പവർഫുൾ റേഡാർ. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ശത്രുക്കളുടെ ക്രൂസ് മിസൈലുകളെയും ഡ്രോണുകളെയും ബാലൻസ്ഡ് മിസൈലുകളെയും ഒക്കെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ ഇതിന്റെ റേഡാറിന് സാധിക്കും. ഇനി രണ്ടാമത്തേത് കൺട്രോൾ സ്റ്റേഷൻ. വരുന്ന ഭീഷണികളെ കമ്പ്യൂട്ടർ സഹായത്തോടെ കൃത്യമായിട്ട് കണക്കുകൂട്ടി മിസൈലുകൾക്ക് നിർദ്ദേശം നൽകുന്ന കേന്ദ്രം. മൂന്നാമതായിട്ട് PAC-3 ഇന്റർസെപ്റ്റർ മിസൈൽസ് ഉണ്ട്. ശത്രുക്കളുടെ മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇടിച്ച് തകർക്കുന്ന ഹിറ്റ് ടു കിൽ ടെക്നോളജി ഇതുള്ള അതീവ വേഗതയുള്ള മിസൈലുകളാണ്. റഷ്യയുടെ ഏറ്റവും മാരകമായ ഖിൻസാൽ ഹൈപ്പർസോണിക് മിസൈലുകളെ പോലും ആകാശത്ത് വെച്ച് വെടിവെച്ചിടാൻ ശേഷിയുള്ള ലോകത്തിലെ ഏക പ്രതിരോധ സംവിധാനമാണിത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റഷ്യ യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾക്കും നഗരങ്ങൾക്കും നേരെ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ യുക്രൈന്റെ പക്കൽ ആവശ്യത്തിന് പേട്രിയറ്റ് മിസൈലുകൾ ഇല്ലായിരുന്നു. അമേരിക്ക നൽകുന്ന മിസൈലുകൾ പലപ്പോഴും ആക്രമണം നടക്കുന്നതിന്റെ തലേ ദിവസമാണ് യുക്രൈനിൽ എത്താറുള്ളത്. ഇവിടെയാണ് ട്രംപിന്റെ ഈ ഒരു ലൈസൻസ് ഡീല് വലിയൊരു ടേണിംഗ് പോയിന്റ് ആകുന്നത്. ട്രംപ് പരസ്യമായിട്ട് സമ്മതിച്ചു, ഞങ്ങളുടെ പക്കൽ യുക്രൈന് തരാൻ മാത്രം അത്രയധികം പേട്രിയറ്റ് മിസൈലുകൾ ഇല്ല, കാരണം അമേരിക്കയുടെ സ്വന്തം സുരക്ഷയ്ക്ക് ഇത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈനോട് ഇത് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ ട്രംപ് ആവശ്യപ്പെട്ടത്. യുക്രൈനിലെ ജനങ്ങൾ ഇത്തരം സങ്കീർണമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ അതീവ മിടുക്കരാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ ലൈസൻസ് ലഭിക്കുന്നതോടെ റഷ്യയുടെ മിസൈൽ ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ യുക്രൈന് സാധിക്കും. പക്ഷേ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. സാധാരണയായിട്ട് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് പരസ്യമായ വിലയിരുത്തൽ. എന്നാൽ ട്രംപിന്റെ ഈ ഒരു പുതിയ നീക്കം ക്രെംലിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇതിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അമേരിക്ക സത്യസന്ധതയൊന്നുമില്ലാതെ യുക്രൈനെ അന്ധമായിട്ട് പിന്തുണയ്ക്കുകയാണ് എന്നാണ് റഷ്യയുടെ വാദം. കൂടാതെ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പരസ്യമായിട്ട് പറഞ്ഞു, ഇത് വെറും ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ അല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ ഇടപെട്ടതുകൊണ്ട് ഇതൊരു യഥാർത്ഥ യുദ്ധമായി മാറിയിരിക്കുന്നു. അതേസമയം യുദ്ധരംഗത്ത് യുക്രൈൻ വലിയൊരു മുന്നേറ്റമാണ് നടത്തുന്നത്. അവർ സ്വന്തമായി വികസിപ്പിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉള്ളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ വരെ തകർക്കുന്നുണ്ട്. ട്രംപ് പോലും യുക്രൈന്റെ ഡ്രോൺ സാങ്കേതികവിദ്യയെ പ്രശംസിക്കുകയും അത് അമേരിക്ക വാങ്ങാൻ താല്പര്യപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഡീല് വളരെ കൂളായിട്ട് തോന്നാമെങ്കിലും ഇവിടെയാണ് നമ്മൾ ഡിഫൻസ് ഇൻഡസ്ട്രിയുടെ ചില കയ്പേറിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പേട്രിയറ്റ് മിസൈൽ നിർമ്മിച്ചെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മിലിറ്ററി ഡേറ്റ അനുസരിച്ച് ഒരൊറ്റ പേട്രിയറ്റ് മിസൈൽ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങാൻ മാത്രം ഏകദേശം 18 മാസം മുതൽ 24 മാസം 2 വർഷം വരെ സമയമെടുക്കും. അത്രയേറെ സങ്കീർണമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല 400-ലധികം ചെറുകിട കമ്പനികളുടെ വിവിധ പാർട്സും അതീവ രഹസ്യമായ അമേരിക്കൻ സോഫ്റ്റ്വെയർസും ഒത്തുചേർന്നാൽ മാത്രമേ ഈ മിസൈൽസ് പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആകും. അങ്ങനെയെങ്കിൽ വർഷങ്ങൾ എടുക്കുന്ന ഈ ഒരു പ്രക്രിയ ഇപ്പോൾ നിലവിൽ കടുത്ത റഷ്യൻ ബോംബിംഗ് നേരിടുന്ന യുക്രൈനെ പെട്ടെന്ന് സഹായിക്കുമോ? അതാണ് ചോദ്യം. ഉടനടി ഇതൊരു മാന്ത്രിക പരിഹാരമല്ല എങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ യുക്രൈന് ഇതൊരു ലൈഫ് ലൈൻ ആണ് എന്ന് പറയണം. കാരണം വ്യക്തമാണ്, US ഇസ്രായേൽ സഖ്യം ഇറാനുമായിട്ട് നടത്തുന്ന യുദ്ധം കാരണം അമേരിക്കയുടെ സ്വന്തം കൈവശമുള്ള പേട്രിയറ്റ് മിസൈലുകളുടെ സ്റ്റോക്ക് തീർന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഇനി യുക്രൈനിലേക്ക് കൂടുതൽ മിസൈലുകൾ ഒഴുകാൻ സാധ്യത വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈൻ തങ്ങളുടെ പക്കലുള്ള അത്യാധുനിക അണ്ടർഗ്രൗണ്ട് ഫാക്ടറികളിൽ വെച്ച് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണെങ്കിൽ യുദ്ധം നീണ്ടുപോയാലും സ്വന്തം പ്രതിരോധ കോട്ട തകരാതെ കാക്കാൻ അവർക്ക് സാധിക്കും.
ഇനി വെല്ലുവിളികൾ അവിടെയും തീരുന്നില്ല. ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള അമേരിക്കൻ സ്വകാര്യ കമ്പനികളോട് ട്രംപ് ഈ വിവരം ഇതുവരെ ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. തങ്ങളുടെ ഏറ്റവും രഹസ്യമായ മിസൈൽ ഗൈഡൻസ് സോഫ്റ്റ്വെയറുകളും സാങ്കേതിക വിദ്യകളും യുക്രൈന് കൈമാറാൻ ഈ കമ്പനികൾ തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. എങ്കിലും യുക്രൈന്റെ വമ്പൻ ഡ്രോൺ സാങ്കേതിക വിദ്യ കൈക്കലാക്കാൻ ട്രംപിന് താല്പര്യമുള്ളതുകൊണ്ട് ഈ മിസൈൽ ഡീല് വളരെ വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാകാനാണ് സാധ്യത. ഇനിയുള്ള ചോദ്യം, യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്ത് വെച്ച് എങ്ങനെയാണ് ഇത്തരം ഒരു വമ്പൻ മിസൈൽ ഫാക്ടറി നിർമ്മിക്കുക? റഷ്യൻ ബോംബിങ്ങിൽ നിന്ന് ഈ ഫാക്ടറികളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ചോദ്യവും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ദീർഘകാലാടിസ്ഥാനത്തിൽ യുക്രൈന്റെ ഒരു മിലിറ്ററി പവറാക്കി മാറ്റാനുള്ള നീക്കമാണ്. എന്തായാലും നേറ്റോ ഉച്ചകോടിയിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ പ്രഖ്യാപനം യുക്രൈന് ലഭിച്ച ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണ്. വെറുതെ ആയുധങ്ങൾ ഇരുന്ന് വാങ്ങുന്ന രാജ്യമായിട്ട് യുക്രൈനെ മാറ്റാതെ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ട്രംപിന്റെ ഈ ഒരു ശൈലിയെ ഇവിടെ തെറ്റു പറയാൻ പാടില്ല. റഷ്യയുടെ നിരന്തരമായ മിസൈൽ ഭീഷണികൾക്ക് മുന്നിൽ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച പേട്രിയറ്റ് പ്രതിരോധ കോട്ട തീർത്ത് യുക്രൈൻ തിരിച്ചടിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.